എല്ലാ വണ്ടിപ്രവേഗവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് വർക്കിനായിട്ടുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലക്സ് ആണ്. അപ്പൊ ഈ ഹൈലക്സ് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് റോൾ ബാർ, അതേപോലെ തന്നെ മാനുവൽ ഷട്ടർ, അതേപോലെ തന്നെ ഗ്രിൽ ചേഞ്ചിങ്. പോരാത്തിന് ഈ ഒരു വെഹിക്കിൾ നമുക്കൊരു 1 മന്ത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന നേരത്ത് നമുക്ക് റോൾ ബാറും അതേപോലെ തന്നെ നമ്മൾ റെവോ കിറ്റ്, കൂളിംഗ് പേപ്പർ ഇങ്ങനെയുള്ള വർക്കുകളാണ് ഈ വെഹിക്കിൾ ചെയ്തത്. അപ്പൊ അതിന് ഷട്ടറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളെ വണ്ടിക്കകത്തുള്ളത് ആ ഫ്രണ്ട് ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം ഈ ഒരു പീസൊക്കെ നമുക്ക് ഷോറൂം പീസാണ്. അതേപോലെ തന്നെ ഇത് റെവോ കിറ്റാണ് കേട്ടോ. ഈ കാണുന്നത് ഇത് റെവോ കിറ്റാണ്. ഈ വീലാർച്ചൊക്കെ സ്റ്റോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ റെവോ കിറ്റിലൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് റോൾ ബാർ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹോൾ കാര്യങ്ങളാണ് ഈ കാണുന്നത്. റോൾ ബാർ നമ്മളിവിടെ അഴിച്ചിവിടെ വെച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് ഇനി ഷട്ടർ ചെയ്യണം. ഷട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷട്ടറിൻ്റെ മുകളിലാണ് നമ്മൾ റോൾ ബാർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഈ ഷട്ടർ ഫിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഈ റോൾ ബാർ സെറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഗ്രില്ല്. ഇതിനകത്ത് നമുക്ക് GR സ്പോർട്ടിന്റെ ടൊയോട്ട എന്ന് പറയുന്ന ലോഗോ വരുത്തൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ പേരുണ്ടല്ലോ തേങ്ങാക്കളം. അങ്ങനെ നമ്മൾ മാനുവൽ ഷട്ടർ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനുവൽ ഷട്ടറിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കലിനകത്താണ് നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ വരുന്നത്. മാനുവലിനകത്ത് ആ പടത്ത് നമുക്ക് 4 ക്ലാമ്പും അതേപോലെ തന്നെ ഇതേപോലെ നമുക്കൊരു റോപ്പും കിട്ടും. മാത്രമല്ല ഇതിൻ്റെ അടിയിൽ ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ഈ ഒരു ലോക്ക് കൊണ്ട് നമുക്കിത് അൺലോക്ക് ചെയ്യാനും അതായത് നമുക്ക് ഈ റോപ്പ് കൊണ്ട് തന്നെ അങ്ങോട്ട് ലോക്കും ഇങ്ങോട്ട് അൺലോക്കും ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുക. പക്ഷേ ഇത് കറക്റ്റ് വാക്കില്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ ഈ റോപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഷട്ടർ നമുക്ക് നോർമൽ റിമോട്ടിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വലിയ പ്രസ്സിങ് കാര്യങ്ങൾ ചെയ്യേണ്ട. പക്ഷേ മാനുവൽ ചെയ്യാൻ നേരത്ത് എപ്പോഴും മാനുവൽ ബാക്കിലോട്ട് പുള്ള് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മുടെ ലോക്ക് പ്രസ് ചെയ്യാനുള്ളത്. അല്ല നോർമലി പ്രസ് ചെയ്താൽ നമുക്കിത് ഫുള്ള് ഇറങ്ങി പോകത്തില്ല. അതായത് ടെയിൽ ഗേറ്റ് ലോക്കും കൂടെ ഒന്ന് അടയാൻ വേണ്ട. ബാക്കിലോട്ട് തന്നെ പ്രസ് ചെയ്യുക, വിടുക. ഇതാണ് ഇതിനകത്തുള്ള പരിപാടി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോൾ ബാർ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഈ ഹോൾ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോൾ ബാറിനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റും ബോൾട്ട് ടൈറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ബോഡിക്കകത്താണ്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന സെൽഫ് നെറ്റ് എന്ന് പറഞ്ഞൊരു നെട്ടുണ്ട്. അതായത് നമുക്ക് ഹോൾ ഇട്ട ശേഷം പഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് മേളിൽ നമ്മൾ നെറ്റിട്ട് ടൈറ്റ് ചെയ്തായിരുന്നു. അത് നമ്മൾ മാറ്റിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഷട്ടർ കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട്. ആ ഷട്ടറിൻ്റെ റെയിലിനകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കേട്ടോ ഇതിനെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോൾ ബാർ കൂടെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഹൈലക്സിൻ്റെ സ്റ്റോക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്താൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണേ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഗ്രില്ല് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യുക, തിരിച്ച് ആഡ് ചെയ്യുക. ഇതിനകത്ത് വേറെ ക്ലാമ്പോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ്. പോരാതെ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്. ഒരു 4 ഡോട്ട് LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ഫോഗ് ലാമ്പിലാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈൻ കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന കാര്യം. ഡേ ടൈം റണ്ണിങ് ലാമ്പായിട്ട് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരുന്നുണ്ടായിട്ട് ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്ന കേട്ടോ എന്തായാലും. അങ്ങനെ നമ്മൾ ഹൈലക്സിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളതാ ഈ ഒരു ഗ്രില്ലാണ് ഇതിനകത്ത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രില്ല് മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവും കേട്ടോ. ഈ ഒരു ഗ്രില്ല് വന്നപ്പോൾ തന്നെ അപ്പോൾ ഇതിനകത്ത് ടൊയോട്ട എന്നുള്ള ബാഡ്ജിങ് റെഡ് കളറാണ്. ആ കളർ വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് കളർ ഇഷ്ടമുള്ള കളറിലോട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു 4 ഡോട്ട് LED വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്
പാർക്കിലല്ല, അതേപോലെ തന്നെ DRലും അല്ല, കൊടുത്ത ഫോഗ് ലാമ്പിലാണ്. കാര്യം DRൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരുന്നുണ്ട്. പിന്നെ മിക്കുള്ളൊരു പാർക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പോരാത്തതിന് ഈ ഒരു വെഹിക്കിൾ വരാൻ നേരത്ത് ഓട്ടോ ലൈറ്റിങ് വരുന്നതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഈ പാർക്ക് ചിലപ്പോഴേ കത്തി കിടക്കാറുണ്ട്. അപ്പോൾ ആ നേരത്തിൽ ഈ ഒരു ലൈറ്റും കത്താനുണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തത്. ഫോഗ് ലാമ്പ് നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ശരിക്കും റെവോ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. റെവോ കിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്രോം എലമെന്റ്സിന് പകരമായിട്ട് ഫുള്ള് ബ്ലാക്ക് എഡിഷനാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. അതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ഇവിടെ വരും. അതേപോലെ തന്നെ സൈഡ് ഫെൻഡറിൽ വരും, മിററിൻ്റെ അടിയിൽ വരും. അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഇതിനകത്ത് ക്രോമാണ് വരുന്നത്. അത് ഓൾറെഡി ഡീക്രോമിലോട്ട് കൺവെർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പോരാത്തന്നെ ഇവിടെ നമ്മളകത്ത് ഫിംഗർ ബൗൾസിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ GR സ്പോർട്ടിൻ്റെ ഒരു അടിപൊളി ഒരു ഡോർ റൈസർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഈ ഒരു സാധനം അത് GR സ്പോർട്ട് എന്നൊക്കെ വലിയ അക്ഷരത്തിൽ തന്നെ നല്ല രീതിയിൽ പാഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹാമറിൻ്റെ റോൾ ബാർ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടിയാണ് നമ്മൾ ഈ ഒരു വെഹിക്കിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷട്ടർ നമ്മൾ മാനുവൽ ഷട്ടറാണ്. അതുപോലെ തന്നെ നല്ല പിടിച്ചോടാ അടിച്ചു വെച്ചു കൊടുത്താൽ അവിടെ നിൽക്കും. പിന്നെ ഇതിനകത്തുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എപ്പം തുറന്നാലും വെഹിക്കിലോട്ടൊന്ന് പുള്ളി ചെയ്തിട്ട് വേണം അൺലോക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലോക്ക് സിസ്റ്റം ഇല്ലേ, ഈ ഒരു ലോക്ക് സിസ്റ്റം നമ്മളത് ഇങ്ങോട്ട് അൺലോക്കും അതേപോലെ ഇങ്ങോട്ട് ലോക്കുമാണ്. അപ്പോൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഷട്ടർ അടയ്ക്കാനായിട്ടുള്ളത്. അതേപോലെ തന്നെ അൺലോക്ക് ഇങ്ങോട്ടുമാണ് വരുന്നത്. പക്ഷേ ഈ സാധനത്തിനകത്ത് പിടിച്ച് ഓവറായിട്ട് വലിച്ച് കളിക്കല്, കാര്യം ഈ റോപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ അടിയിലകത്ത് 2 അലങ്കി ബോൾട്ടാണ്. ഈ അലങ്കി ബോൾട്ടും ബെൻഡുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ഭയങ്കര നമ്മൾ ആരോഗ്യം കാണിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. കാര്യം നമുക്കിത് നല്ല ക്വാളിറ്റിയോടെ നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും ഇത് വന്നിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രസ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ചെക്ക് ഇങ്ങനെ തുറക്കാൻ നോക്കാതെ ഇച്ചിരി ബാക്കിലോട്ട് പുള്ളി ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ സാധനം തുറക്കാൻ പറ്റും. നമ്മളെ ഷട്ടർ നമ്മളിങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ റോൾ ബാർ. അപ്പോൾ നമ്മൾ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങാക്കളം വെഹിക്കിളിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ കുറേ വർക്കുകളുണ്ട്. നമുക്കതാ ഈ ഒരു ഹൈക്രോസ് വർക്കിനായിട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഹൈക്രോസ് വന്നിട്ടുണ്ട്. ബ്ലാക്ക് തന്നെയാണ്, ബ്ലാക്ക് അല്ല അഗേഹ ബ്ലൂ. അപ്പോൾ അഗേഹ ബ്ലൂ അതേപോലെ തന്നെ നമ്മൾക്ക് റെഡ് ഹൈക്രോസ് ഒന്ന് ഡെലിവറി ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫുൾ വീഡിയോസ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈലക്സിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം.